പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രക്കിടെ ഹൈവേയിൽ കുഴൽമന്നത്തെത്തുമ്പോൾ ചുറ്റും നെൽപ്പാടങ്ങൾ കാണാൻ കഴിയും. മതിയാവോളം ആ കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ നേരത്തെ ആ നെൽപ്പാടങ്ങൾ തേടിയിറങ്ങി. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ. ആ പാടത്തേക്ക് രാവിലത്തെ ഇളം വെയിൽ തട്ടുമ്പോൾ കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ച. റോഡ് സൈഡിൽ നിന്ന് നടന്ന് കുറച്ചകത്തേക്ക് പോവാം. അപ്പോഴേ ഇവിടുത്തെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയൂ. കുളവും പാടങ്ങളും തേടിയാണ് ഞാനിവിടെ എത്തിയത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടി. പ്രതീക്ഷിക്കാത്ത മറ്റു കുറേ നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സർവീസ് റോഡിൽ നിന്ന് കയറുന്നത് നെൽപ്പാടങ്ങൾക്കരികിലുള്ള ചെറിയൊരു വഴിയിലേക്കാണ്. ആ വഴിയുടെ രണ്ടു ഭാഗത്തും നല്ല ഉയരത്തിലുള്ള തെങ്ങുകളുണ്ട്. തെങ്ങുകൾ മാത്രമല്ല, കുറേ മരങ്ങളും ഇവിടെയുണ്ട്. അത് കാരണം വെയിലൊട്ടും ഇവിടെ അറിയുന്നില്ല. വഴിയുടെ ഒരു ഭാഗത്തായി നെൽപ്പാടങ്ങളും മറുഭാഗത്തായി ഒരു കനാലുമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ കാണാൻ കഴിഞ്ഞ വളരെ നല്ലൊരു കാഴ്ച. എടുത്തു പറയേണ്ട ഒരു കാര്യം, അറിയാതെ ഇവിടെ എത്തിപ്പെട്ടതാണെങ്കിലും വന്ന സമയത്ത് കനാലിലെ വെള്ളം വിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഇതിൽ വെള്ളമില്ലായിരുന്നെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഇത്രയും നന്നായി ആസ്വദിക്കാൻ കഴിയില്ലായിരുന്നു. ഹൈവേയിലൂടെ പാസ് ചെയ്യുമ്പോൾ നെൽപ്പാടങ്ങൾക്ക് നടുവിലായുള്ള കുളം കണ്ടപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. കുഴൽമന്നം എത്താറാവുമ്പോൾ ഹൈവേയിൽ നിന്ന് തന്നെ പാടത്തിന് നടുവിലായുള്ള ഈ കുളം കാണാൻ കഴിയും. ആ മനോഹരമായ കാഴ്ചയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. വേനലാണെങ്കിലും കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. വലിയൊരു കുളമായതുകൊണ്ടാണ് ദൂരെ അങ്ങ് ഹൈവേയിൽ നിന്നും ഈ കുളം നന്നായി കാണാൻ കഴിയുന്നത്. പണ്ടെല്ലാം വേനൽക്കാലത്തെ സ്ഥിരം പരിപാടിയായിരുന്നു വൈകുന്നേരങ്ങളിൽ ഇതുപോലൊരു കുളത്തിൽ മതിയാവോളം നീന്തി അങ്ങ് കുളിക്കുക. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ക്രിക്കറ്റും ഫുട്ബോളുമെല്ലാം കളിച്ചു വന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. കുളത്തിനരികിലൂടെ നടക്കുമ്പോൾ ആ ഓർമ്മകളെല്ലാമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കുളങ്ങൾക്കരികിലായി ഇതുപോലൊരു പുര കാണാൻ കഴിയും. ഇന്ന് മിക്ക കുളങ്ങളിലും മീൻ വളർത്തുന്നുണ്ട്. അതിന് കാവലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഓലപ്പുരയും ഷെഡുമെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വേനൽക്കാലമാണെങ്കിൽ ഇവിടുത്തെ വെള്ളമെല്ലാം വറ്റും. അങ്ങനെയൊരു സമയത്ത് വന്നാൽ സാധാരണയൊരു നെൽപ്പാടവും അടുത്തുള്ള കനാലും കാണുന്ന ആ ഒരു പ്രതീതിയെ തോന്നും. പക്ഷേ വെള്ളമുള്ളപ്പോൾ ഈ സ്ഥലമൊരു സ്വർഗം തന്നെയാണ്. തികച്ചും ശാന്തമായൊരു അന്തരീക്ഷമാണിവിടെ. ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാടത്തിന് നടുവിലായി ഒരു കുളം കൂടി ശ്രദ്ധിച്ചിരുന്നു. ആ കുളം തേടിപ്പോയപ്പോൾ അപ്രതീക്ഷിതമായി കാണാൻ കഴിഞ്ഞ കുറേ നല്ല കാഴ്ചകൾ. ചെറിയ ഒരു വഴിയുടെ രണ്ടു ഭാഗത്തായി ഉയരമുള്ള തെങ്ങുകളും തണലേകുന്ന കുറേ മരങ്ങളും തൊട്ടരികിലൂടെ നിറഞ്ഞൊഴുകുന്ന കനാലും കാണാൻ കഴിയും. ഒട്ടും പ്രതീക്ഷിക്കാതെ കാണാൻ കഴിഞ്ഞ കുറേ നല്ല കാഴ്ചകൾ. പാലക്കാടാണെങ്കിലും ആലപ്പുഴ, കുട്ടനാട് ഭാഗങ്ങളിൽ ഉൾഗ്രാമങ്ങളിൽ കണ്ടുവരുന്ന ചെറിയ തോടുകൾ കാണുന്ന അതേ പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നെൽപ്പാടങ്ങളുടെയും ചുറ്റും കാണുന്ന പച്ചപ്പുകളുടെയും ഭംഗി ഈ സ്ഥലത്ത് നന്നായി അറിയാൻ കഴിയുന്നുണ്ട്. വേനൽക്കാലമാണെങ്കിലും രാവിലത്തൊരു ഇളം മഞ്ഞും തണുപ്പുമെല്ലാം ഇവിടെയുണ്ട്. രാവിലെ നേരത്തെ ഇവിടെ എത്തിയാലുള്ളൊരു ഗുണം അതാണ്. കൊയ്ത്താവാറായ കാരണം പാടങ്ങൾക്കെല്ലാം ഇപ്പോൾ സ്വർണത്തിൻ്റെ നിറമാണ്. രാവിലത്തെ സമയം നെൽപ്പാടങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന മഞ്ഞുതുള്ളികൾ സൂക്ഷിച്ചു നോക്കിയാൽ അതിവിടെയും കാണാൻ കഴിയും. കൊയ്ത്ത് കഴിയുന്നതിന് മുൻപാണ് ഈ സ്ഥലം കാണാൻ ഏറ്റവും ഭംഗി. പല സ്ഥലങ്ങളിലും ഇപ്പോൾ കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം നവംബർ ഡിസംബർ സമയത്ത് ഇവിടെ വന്നാലാണ് ഇവിടുത്തെ ഭംഗി മതിയാവോളം ആസ്വദിക്കാൻ കഴിയുക. അല്ലെങ്കിൽ മഴക്കാലത്ത് വരണം. പാടത്തിന് നടുവിലായി ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ മരം കാണാനും നല്ല ഭംഗിയുണ്ട്. ആ കാണുന്ന മരത്തിനടുത്ത് പോയൊന്ന് നോക്കാം. പല രീതിയിലുള്ള പക്ഷികളെയും രാവിലെ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ചിലതെല്ലാം മൈഗ്രേറ്ററി ബേർഡ്സ് ആണെന്നാണ് തോന്നുന്നത്. നല്ല ചൂട് ചായയും പരിപ്പുവടയും ഒരു ബുക്കുമായിട്ട് ഈ മരത്തിന് താഴെ വന്നിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുക. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണത്. പാലക്കാടൻ നെൽപ്പാടങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകതയാണ് നെൽപ്പാടങ്ങൾക്കിടയിലായി തലയുയർത്തി നിൽക്കുന്ന കരിമനകൾ. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കയറി വരുന്ന കാഴ്ചകളാണ് നെൽപ്പാടങ്ങളും കരിമനകളെല്ലാം. പ്രതീക്ഷിച്ചതിലും അധികം സമയം ഇവിടെ ചിലവഴിച്ചു. പ്രതീക്ഷിക്കാത്ത കുറേ നല്ല കാഴ്ചകളാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഈ സ്ഥലങ്ങൾ കാണാൻ വരുന്നവരുടെയെല്ലാം പ്രത്യേക ശ്രദ്ധയ്ക്ക് വേസ്റ്റുകളൊന്നും ഇവിടെ വലിച്ചെറിയരുത്. ഈ സ്ഥലത്തെയും ഇവിടുത്തെ നാട്ടുകാരെയും ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും ഇവിടെ ചെയ്യാതിരിക്കുക.